തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ കണ്ടോ, തന്നെ സ്വീകരിക്കാൻ വേണ്ടി അമ്മ വിളക്കുമായിട്ടാ നിൽക്കുന്നേ. പിന്നല്ലാതെ വിളക്കുമായിട്ട് സ്വീകരിക്കാതെ പറ്റുമോ? സമയം ത്രിസന്ധ്യ, കയറി വന്നത് മഹാലക്ഷ്മി. ആഹാ, പോയി പോയി അമ്മ ഇപ്പൊ എന്നെ മഹാലക്ഷ്മിയാക്കിയോ? അല്ലടോ, താൻ എന്റെ അമ്മയ്ക്ക് വല്ല കൈവശം കൊടുത്തിട്ടുണ്ടോ? അതെന്താ? അല്ല, ഈ വേണി വേണി എന്ന് പറയുമ്പോഴൊക്കെ അമ്മയ്ക്ക് എന്തോ ഒരു പരവേശം. അതാ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം. മാഷ് വിളിച്ചിട്ടല്ലല്ലോ ഞാനിങ്ങോട്ട് വന്നത്. എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി ഞാനിങ്ങോട്ട് കൂടെ പോന്നതല്ലേ. നിങ്ങൾ അങ്ങോട്ടിരിക്കെ, ഞാൻ ഈ വിളക്ക് വെച്ചിട്ട് വരാം. വാ വേണി. മോളോ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയല്ലേ? എന്താ കഴിക്കാൻ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ടമ്മേ, അമ്മയൊന്ന് കാണണമെന്ന് തോന്നി വന്നതാ. എങ്ങനെയുണ്ട് പുതിയ ജോലി? ആ, കുഴപ്പമൊന്നുമില്ല. അവിടെയെല്ലാം ഒന്ന് പരിചയമായി വരാനുണ്ട്. അങ്ങ് സിറ്റിയിലായതുകൊണ്ട് പോയി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? കുറച്ചൊക്കെ ബുദ്ധിമുട്ടാതെ പറ്റും അമ്മേ. ഇപ്പൊ ആവശ്യം എന്തെങ്കിലും ഒരു വരുമാനമല്ലേ? ശരിയാ, കാര്യങ്ങൾ നടക്കണമെങ്കിൽ പണത്തിന് പണം തന്നെ വേണ്ടേ? അല്ലമ്മേ, ഈ വേണി എന്ത് ഭാവിച്ചിട്ടാ? ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് വീട്ടിൽ വരികയല്ലേ. എനിക്കോ ഒന്നും തന്നില്ല. പോട്ടെ, അമ്മയെ കാണാൻ വരുമ്പോ ഒരു മിഠായിയോ ലഡുവോ ജിലേബിയോ. ഒന്ന് പോടാ, മധുരം കഴിക്കേണ്ട പ്രായമല്ലേ ഞാന്. അവൻ അങ്ങനെയൊക്കെ പറയും. ഇത് തന്നെ ഞാൻ പറഞ്ഞേ, കാര്യത്തോടടുക്കുമ്പോ നിങ്ങൾ ഒന്നാവുന്നു. എന്താ മോളെ, ഇവന് നമ്മളോട് ഇത്ര അസൂയ? മാഷേ, കഷണ്ടിക്കുള്ള മരുന്ന് വേണമെങ്കിൽ കിട്ടും, പക്ഷെ അസൂയുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞാനൊന്ന് ഇറങ്ങാം അമ്മേ. അയ്യോ, മോക്കൊന്നും തന്നില്ലല്ലോ. അതൊന്നും സാരില്ല. നേരെ ഇരുട്ടായി, മോള് തനിച്ചു പോണ്ട, ഇവന് വരും കൂടെ. ഓരോരുത്തരുടെ ഭാഗ്യം.
അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം? എന്താടി? ഒന്നും പറയണ്ട എന്റെ ചേച്ചി. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇതൊക്കെ പറഞ്ഞറിയിക്കേണ്ട കാര്യമാണോ? കണ്ട് ആസ്വദിക്കേണ്ടല്ലേ? 24 മണിക്കൂറും എന്റെ പാടേ വിധിയോ എന്നൊക്കെ പറഞ്ഞ് മുറി കയറിയിരുന്ന ഇത് വല്ലതും കാണാൻ പറ്റോ? നീ പറയുന്നുണ്ടെങ്കി പറ. നായകനും നായികയും കൂടി ഒരു വരവുണ്ടായിരുന്നു. ഹരീന്ദ്ര മാഷും വേണിക്കൊച്ചമ്മേ. അവളെന്ന് പുറത്തിറങ്ങാൻ കാത്തു നിൽക്കുകയാണെന്ന് തോന്നും, ഓരോരുത്തർ കൊണ്ടാക്കാനും കൂടെ നടക്കാനും ഒക്കെ. അവിടെ ഒരു സർക്കിള്, ഇവിടെ ഒരു മാഷ്. ഇനി ഏതൊക്കെ കക്ഷികളാണാവോ വരാൻ പോകുന്നത്? ഓടിപ്പോന്ന നാട്ടിന്ന് വരും ഓരോരുത്തരായി. നീ ഇല്ലാത്ത ഒന്നും ചിന്തിച്ചെടുക്കണ്ട. ചേച്ചിക്കത് പറയാം. എനിക്കിപ്പോ പേടിയാ. അമ്മ പാടുവിട്ടിട്ടായിരുന്നെങ്കിലും അന്തസ്സായിട്ട് കഴിഞ്ഞിരുന്നവരല്ലേ നമ്മള്. ഇവളെ തിരക്കി ഓരോരുത്തർ വന്ന് ഒടുവില് പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട് നാട്ടുകാരുടെ മുമ്പില് നാണം കെടുന്ന എന്റെ പേടി. എന്റെ പാവ അച്ഛൻ, ആ ഹൃദയമിടിപ്പ് എനിക്ക് കേൾക്കാനാകും. താനിപ്പോ ജയിലിലാണെന്നോ നാളെ ഒരു പക്ഷേ ശിക്ഷിക്കപ്പെടുമെന്നോ ഒന്നുമല്ല മനസ്സിലിപ്പോ. മോള് വേദനിക്കുമല്ലോ എന്നുൾക്കണ്ട മാത്രം. ഞാൻ നിസ്സഹായായി പോയല്ലോ അച്ഛ. ഏതേത് വഴികളിലൂടെ ഞാൻ ഓടിയിട്ടും അച്ഛനെ പുറത്തിറക്കാൻ കഴിയുന്നില്ലല്ലോ. കുറേ സങ്കടങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ മുന്നിൽ വന്ന് വേദനയോടെ നിൽക്കരുതെന്ന് അച്ഛൻ വിലക്കിയില്ലേ? എൻ്റെ ആ നിൽപ്പ് അച്ഛന് സഹിക്കാനാവാത്തത് കൊണ്ടാവും അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഒന്നും ഓർത്ത് അച്ഛൻ വേദനിക്കല്ലേ. നല്ലത് മാത്രം വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഓഹോ, അപ്പോ നിന്നെ അവള് നേരിട്ട് കണ്ടു. ഗുഡ്. ഇനി ഞാനൊന്നും ഞെട്ടിച്ചേക്കാം. ഹേയ്, അതിപ്പോ വേണ്ട. ചില ഹിന്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ട്രാക്കിലായി വരട്ടെ. മേ കമിൻ സർ? ഞാൻ പിന്നെ വിളിക്കാം. യെസ്. സർ, ഇതൊന്ന് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് തന്നാൽ ഇമെയിൽ ചെയ്യായിരുന്നു. വേണിയെക്കുറിച്ച് ഇപ്പൊ ഞാൻ ഓർത്തതേ ഉള്ളൂ. എന്താ? വേണി ഗിൽബർട്ട് എന്നൊരാളെ അറിയൂ? വല്ലാത്തൊരു ചെകുത്താനവൻ. കുറച്ചു ദിവസമായിട്ട് വിടാതെ പുറകെ തന്നെ ഉണ്ടല്ലേ. സൂക്ഷിക്കണം. വളരെ അപകടകാരിയാ. അല്ല, എന്താ ഗിൽബർട്ടുമായിട്ടുള്ള ബന്ധം? പറയാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. വേണിയുടെ പേഴ്സണൽ അഫയേഴ്സിൽ എനിക്കെന്ത് കാര്യം? മുഖത്തെ ആ ടെൻഷൻ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും ചെന്നുപെട്ടിരിക്കുന്നത് ഒരു നരിമടയിലാ. കൈ കിട്ടിയ പച്ചയ്ക്ക് തിന്നും. അതാ അവന്റെ പ്രകൃതം. ആ ഫയൽ ഇതൊക്കെ ഇമെയിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗിൽബർട്ടിനെ കുറിച്ചുള്ള നടുക്കുന്ന ഓർമ്മകൾ ഒഫീഷ്യൽ മാറ്ററുകളിൽ മിസ്റ്റേക്കായി മാറരുത്. ഞാൻ വിചാരിച്ചതിലും മിടിക്കുക നീ. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ഗൗരി എപ്പോഴും എന്റെ മിടുക്കിനെ അഭിനന്ദിക്കുന്നുണ്ടല്ലോ. തിരിച്ചു എനിക്കും ഒരു അവസരം താ. അതിനെന്താ, നീ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തോ? അതെങ്ങനെ വെറുതെ പറ്റോ? ഞാൻ പറയുന്നൊരു കാര്യം സാധിച്ചു തന്നാൽ ഓക്കെ. അത്രേ ഉള്ളോ? എന്താന്ന് വെച്ചാ പറഞ്ഞോ. എനിക്ക് ഗൗരിയുടെ വീടൊന്ന് കാണണം. എന്താ പറഞ്ഞേ? എനിക്ക് ഗൗരിയുടെ വീട്ടിലേക്കൊന്ന് വരണമെന്ന്. അത് നടക്കില്ല. നിന്റെയും കൊണ്ട് അമ്മയുടെ മുന്നിലേക്ക് ചെല്ലാനോ? അതിനെന്താ, ഒപ്പം പഠിക്കുന്ന കുട്ടിയാന്ന് പറഞ്ഞാ പോരെ? നിനക്കെന്റെ അമ്മയെ ശരിക്കും അറിയില്ല. വേണ്ട, വെറുതെ പൊല്ലാപ്പൊന്നും വരുത്തി വെക്കണ്ട. എന്റെ മോള് തൽക്കാലം ആ മോഹം മറന്നേക്ക്. അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ സ്നേഹം? എനിക്കറിയാം. കാര്യത്തോടെടുക്കുമ്പോ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. ഇത് അങ്ങനെയൊന്നും അല്ല നന്ദിനി. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അഗ്നിപർവ്വതത്തിലേക്ക് നടന്നു കയറുവോ? എത്ര അഗ്നിപർവ്വതമാണെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. എത്ര നിസ്സാരമായ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ പറ്റില്ലെങ്കിൽ പിന്നെന്ത് സ്നേഹ? ഇതൊരു അപകടമായതുകൊണ്ടല്ലേ നന്ദിനി? എനിക്കൊന്നും കേക്കണ്ട, ഞാൻ പോവാ. ഏയ് നന്ദിനി, പിണങ്ങല്ലേ. നിക്ക്, നിന്നേ. കൊണ്ടുപോവാം. സത്യം? സത്യം. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. കഴിഞ്ഞതൊന്നും ഇനി ഓർത്തിട്ട് കാര്യമില്ല ഗോപ. പോയതൊക്കെ പോട്ടെ. ഇനി വരുന്ന ദിവസങ്ങൾ സന്തോഷമുള്ളതാക്കാൻ ശ്രമിക്കുക. എത്ര ശ്രമിച്ചാലും എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാ. അനുഭവങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ ആയിത്തീർന്നു പോയതാ. അനുഭവിച്ച വേദനയുടെ കണക്കുകൾ എണ്ണിക്കെട്ടി വെക്കാതെ കുറേയൊക്കെ മറന്നു കളയണം. കുറേയല്ല, എല്ലാം മറക്കണം എന്ന് തന്നെ ആഗ്രഹം. പക്ഷേ കാരിരുമ്പ് കൊണ്ട് ചുട്ടു പൊള്ളിച്ചതുപോലെ അതങ്ങ് മനസ്സ് പതിഞ്ഞുപോയി. എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റപ്പെടുത്തലുകൾ മാത്രമാ. മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഓരോന്ന് കേൾക്കേണ്ടി വരുന്നത്. അതങ്ങനെയാ ഗോപ. തളരുന്നവനെ വീഴ്ത്താനാ എല്ലാവർക്കും ഉത്സാഹം. വീണ് കഴിഞ്ഞാൽ ചുറ്റും നിന്ന് ആരോ മുഴക്കാൻ ആളുകളുണ്ടാവും. ഒരു കൈ കൊടുത്ത് അവനൊന്ന് എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. ലോകം മുഴുവൻ എനിക്ക് നേരെ വിരൽ ചൂണ്ടിയാലും ഞാൻ സഹിച്ചേനെ. പക്ഷേ ഇന്ദുവിന്റെ മനസ്സിലുള്ള ധാരണകൾ മാറിവരും. സത്യം എന്നെങ്കിലും തെളിയാതിരിക്കൂ. എൻ്റെ ജീവിതത്തിൽ എല്ലാം വിപരീതമായല്ല സംഭവിച്ചിട്ടുള്ളത്. എന്നും
ഇന്ദുവിന് നന്മ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എല്ലാം ശരിയാവും ഗോപ. ആ ഒരു പ്രതീക്ഷയായിരിക്കും. പക്ഷേ ഡോക്ടർ പറയുന്നത് ഒന്നോർത്ത അവളെന്നെ വെറുക്കുന്നത് തന്നെ നല്ലത്. കാരണം എൻ്റെ മരണം അവളെ വേദനിപ്പിക്കില്ലല്ലോ. പക്ഷേ മോളെ ഓർക്കുമ്പോഴാ വിഷമം. അവളെങ്ങനെ സഹിക്കുമായിരിക്കുമല്ലേ? അതൊന്നും ഇപ്പൊ ഓർക്കണ്ട. എന്തു വന്നാലും സഹിച്ചല്ലേ പറ്റൂ. ഞാനിവിടെ വന്നതുകൊണ്ട് എല്ലാവർക്കും നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഹരിക്ക് പോലും. എനിക്കോ? എന്തുവിന് ഹരിക്ക് ഇഷ്ടമായിരുന്നെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അതെന്റെ മാത്രം മോഹമായിരുന്നു ഗോപ. ഇന്ദു ഒരിക്കലും അത് അറിഞ്ഞിട്ടില്ല. ആ രീതിയിൽ ഒരിക്കലും അവൾ എന്നോട്. എല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇടയിലേക്ക് വരരുതായിരുന്നു. എങ്കിൽ ഈ ദുരിതങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതം എന്തുവിന് കിട്ടിയേനെ. വിധി പോലെയല്ലേ വരൂ ഗോപ. നീ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. അയാളുടേതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാ. ഒരു വിധത്തിലമ്മേ ഞാൻ അയാളെ സമാധാനിപ്പിച്ചു വിട്ടത്. നീ കാണിച്ച സ്നേഹവും കരുണയും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ഒരു കാര്യം എന്റെ മോൻ മനസ്സിലാക്കിയോ? എന്താമ്മേ? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. ഓരോന്ന് കാണുമ്പോ സ്വന്തം ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൂടെ എന്ന് ചിന്തിക്കണം മോനെ. 2 വിവാഹം കഴിച്ച ആളാ ഗോപൻ. എന്നിട്ടും അയാൾക്കിപ്പോ ആരെങ്കിലും ഉണ്ടോ? അത് കാണുമ്പോൾ വിവാഹമേ കഴിക്കണ്ടെന്ന് തോന്നും. ഭാര്യയും മക്കളും ഉണ്ടായിട്ടും അനാഥന്റെ ജന്മം ജീവിച്ച് തീർക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയാനായിട്ട് കഴിയുന്ന. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചോ. അമ്മയുണ്ടെന്ന് കരുതി ഇവിടെ നിൽക്കണ്ട. എവിടാന്ന് വെച്ചാ പോയി ഇഷ്ടം പോലെ ജീവിച്ചോ. ഏയ്, അമ്മ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല. പിന്നെ മറ്റുള്ളവരുടെ വേദനയെ കാണിക്കുന്ന സഹതാപം നീ എന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ലല്ലോ. വേണ്ട, എന്നോട് കാണിക്കണ്ട. പക്ഷെ അവനവന്റെ ജീവിതത്തോടെങ്കിലും സ്വല്പം താല്പര്യം കാണിച്ചൂടെ? ജീവിതത്തോട് താല്പര്യക്കുറവൊന്നുമില്ലമ്മേ. ഇങ്ങനെ ആരാന്റെ കാര്യം മാത്രം നോക്കി നടന്നാ സ്വന്തം ജീവിതം വഴിയിലായി പോവും. അതിനൊത്ത ഒരു കൂട്ടും കിട്ടിയിട്ടുണ്ട്, വേണി. അവൾക്കും ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലോ. മനുഷ്യനായ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടണമെന്ന് അമ്മ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ പിന്നെ അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? അമ്മയ്ക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. നീ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം. പിന്നെ ഈ മുറ്റം നിറയെ ഓടിക്കളിക്കാനും എന്നെ മുത്തശ്ശിന്ന് വിളിക്കാനും കുറെ കൊച്ചുമക്കളും. അമ്മക്കുട്ടി, അച്ഛന്റെ ചുന്നരിക്കുട്ടി. അച്ഛനെ പറ്റിക്കായിരുന്നു അല്ലേ? ഉമ്മ വെച്ച് കൊല്ലും പതിനെ. കാലത്തെ അച്ഛനും മോളും കൂടി ഒരു കണ്ണുപൊത്തിക്കളി. എണീക്കടി.